പെങ്കുച്ചനോട് ഞാൻ പറഞ്ഞപ്പോ ഞാൻ മധുവിച്ചിട്ടുണ്ടായില്ല. എന്താണ് നിലപാട്? ആരുടെ നിലപാടാണ് ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല. സിദ്ദിഖിന്റെ നിലപാട് അമ്മ തോറ്റുപോയൊന്നുമില്ല. അമ്മ തോറ്റുപോയാൽ നമ്മളൊക്കെ തോറ്റു. സിനിമ എനിക്ക് ഭയങ്കര കുറവാണ്. ഞാൻ 2000 രൂപ പൊട്ടിപ്പൊളഞ്ഞ് വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. കോൺഗ്രസില് മെമ്പർഷിപ്പ് ഇല്ലാന്ന് വരെ പറഞ്ഞില്ലേ? അദ്ദേഹം കോൺഗ്രസിന്റെ മെമ്പറൊന്നുമല്ല, അദ്ദേഹം മെമ്പറൊന്നുമല്ല, അദ്ദേഹം തെറ്റായിട്ടാണ് പറഞ്ഞത്. നിയമസഭയില് മത്സരിച്ച 45 വർഷം ഇട്ടവരാണ്. ഇനി അഥവാ ഞാൻ ജയിച്ചെങ്കിൽ അവരെന്നെ തല്ലിക്കൊന്നു. എന്തിനാണ് എന്നെ കൂടെ പറയാ? എങ്ങനെ നിർത്തിയത്? പോയി ഒന്നും ചെയ്തു. മുസ്ലിം, ഹരിജൻ അങ്ങനെ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല. കഴിവുള്ളവരെ കൊടുക്കുക. LDF അങ്ങനെ ഒരിക്കലും നോക്കാത്തത് കൊണ്ടാണ് അവരുടെ വിജയം അല്ലേ? ഞാൻ അവരുടെ വിജയം എന്നൊരിക്കലും BJP അതിലൊക്കെ പോയി ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഒരിക്കലും രാഷ്ട്രപതിയാക്കാന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല. ഞാൻ മരിക്കുമ്പോഴും ഒരു കോൺഗ്രസിന്റെ പതാകമാണ്. അത് ആഗ്രഹമുള്ളൂ. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാത്തേക്ക്. ഇന്ന് എന്നോടൊപ്പം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ധർമ്മജൻ ചേട്ടൻ, ധർമ്മജൻ പൊൾകാട്ടി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇപ്പൊ നമ്മുടെ സിനിമ ജീവിതം എങ്ങനെ പോകുന്നു? ഇപ്പോ 2010 സിനിമയിൽ വരുന്നത്. പാപ്പിയപ്പച്ചയിലൂടെ 140 സിനിമകളോട് അഭിനയിച്ചു. അഭിനയിച്ചതൊക്കെ നല്ല നല്ല വേഷങ്ങളാണ്. നല്ല കുറെ വേഷങ്ങൾ അഭിനയിച്ചു. പിന്നെ 5-6 എന്താ പറയുക പാസ്പോർട്ട്, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റി. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. സിനിമ എനിക്ക് ഭയങ്കര കുറവാണ്. 3-4 സിനിമ ഇറങ്ങാനുണ്ട്. കുറച്ച് നാളായിട്ട് സിനിമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അല്ല, സിനിമ എന്ന് പറഞ്ഞാല് പുതിയ കുറെ ആൾക്കാര് സിനിമയിൽ വരുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ലാത്ത കുറെ ആൾക്കാരുണ്ട്, കുറെ പുതിയ പിള്ളേരുണ്ട്. സിനിമ പേയ്മെന്റ് കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ വന്നല്ലോ. പുതിയ പിള്ളേർ വരുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. സിനിമ ഇല്ലാതിരിക്കുന്ന സമയത്ത് ധർമ്മജൻ ചേട്ടൻ എന്താ ചെയ്യാറ്? ഷോ അല്ലാതെ? എനിക്ക് ഭയങ്കരമായിട്ട് വെറുതെ ഇരിക്കാനായിട്ട് ഇഷ്ടം. എനിക്ക് ബിസിനസ്സൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്കിത് ഇല്ലാണ്ട് വരുമെന്ന് നല്ല ഉറപ്പായിരുന്നു. കാരണം അതിൽ കുറെ പേരുണ്ട് സിനിമയിൽ ഇങ്ങനെ വർഷങ്ങൾ 40 വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന വരില്ല. ഈ ലാലേട്ടനോ മുകേഷ് ഏട്ടനോ മണിയമ്പ രാജു അങ്ങനെയൊക്കെ നമുക്ക് നിൽക്കുന്ന പോലെ പറ്റൂലെന്ന് നല്ല ഉറപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പിടുത്തം പിടിച്ചായിരുന്നു. സംരംഭത്തിലേക്കൊക്കെ കടന്നായിരുന്നു. സാമ്പത്തികമായിട്ട് സിനിമ സാമ്പത്തികമായിട്ട് നമ്മള് വലിയതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പ്രയാരിക്കാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാല് എനിക്കൊന്നും ഉണ്ടായില്ലല്ലോ. ഇതെല്ലാം ഉണ്ടായത് സിനിമയും മിക്കരും കൊണ്ടിട്ട. അതുകൊണ്ട് ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിന് കടവില്ല, ഒന്നുമില്ല, ഒരു കടവില്ല, 5 ദിവസം കടവില്ല. അപ്പൊ അതൊക്കെ ഉണ്ടായത് ഇതുകൊണ്ടല്ല. ഒരുപാട് വാടക വീട്ടിലൊക്കെ ഇതിന് മുൻപ് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ? ഞാൻ 2000 രൂപ പൊട്ടിപ്പൊളഞ്ഞ് വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അത് 2500 രൂപ വാടകയപ്പോ അവിടെ താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഈ പിഷാരടി എന്നെ വഴക്കുറഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് 17,000 രൂപ വാടകയ്ക്ക് ഒരു ഫ്ലാറ്റിൽ. പിന്നെ 2500 രൂപ, 17,000 രൂപ വാടക, 2500 രൂപ മറ്റേ അതൊക്കെ കേട്ട് താമസിച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് കടമൊന്നുമില്ല. എത്ര വർഷമായി ഈ വീട്ടില്? 10 വർഷമായി. 10 വർഷമായി. ഫ്ലാറ്റ് ജീവിതം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. വീട് തന്നെയാണ് ഇഷ്ടം. വീട് പുറകില് ഞാൻ സ്ഥലം മേടിച്ചു. ഒരു സ്ഥലം വേണമെന്നുള്ള, മണ്ണ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വണ്ടി ഇടാൻ സ്ഥലം. 2 വണ്ടിയുണ്ട്. വൈഫിനൊരു വണ്ടിയുണ്ട്, എൻ്റെ ഒരു വണ്ടിയുണ്ട്. അപ്പൊ ഇവിടെ ആകെ ഒരു വണ്ടിയിലേ കിടക്കുള്ളൂ. അതെ, സ്ഥലം കുറവാ മുന്നില്. പുറകിൽ ഇത്തിരി സ്ഥലം മേടിച്ചു. അപ്പൊ അതിന്റെ പണി നടന്നോണ്ടിരിക്കുക. പുറകിൽ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ? പ്ലാനിങ് ഒന്നുമില്ല. ഒരു കാർ ഷെഡ്, പിന്നെ കുറച്ച് മണ്ണ് ചവിട്ടി നടക്കാനുള്ള മണ്ണ്. ധർമ്മജൻ ഇതാണ് ആഗ്രഹിച്ചത് അല്ലെ? ഇങ്ങനെ മക്കളെ പറയുമ്പോ 2 മക്കളാണല്ലേ? രണ്ടുപേരും എന്താ ചെയ്യുന്ന? പേരെന്താ? ഒരാള് +1 ആയി, ഒരാള് 10ാം ക്ലാസ്സിൽ. ഇവിടെ പഠിക്കുന്നതൊക്കെ ഇവിടെ അടുത്ത് തന്നെ? ഒരാള് സെന്റ് ജോസഫിലായി +1. ഒരാൾ ഇവിടെ വരാപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിൽ. ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അനുജ ചേച്ചി? എനിക്കൊരു മീൻ സംരംഭം ഉണ്ട് തിരുവല്ലയില്. അതിന്റെ പാർട്ട്ണറാണ്. അപ്പൊ ഈ സംരംഭകത്തിന്റെ പറയുമ്പോൾ ഒരു സംരംഭകൻ നടലിൽ നിന്ന് സംരംഭകനായപ്പോ എന്തൊക്കെ മാറ്റങ്ങളാ വന്നതിലായി? ഒരു മുതലാളി ആയപ്പോഴേ? ഇല്ല, ഞാൻ ഒരിക്കലും മുതലാളിയായിട്ടില്ല. ഞാനിപ്പോഴും പഴയ രീതിയിൽ തന്നെ. എനിക്ക് മുതലാളിയാകാൻ പറ്റൂല, ആകുകയുമില്ല, ചെയ്യുമില്ല.
ഒന്നുമില്ല. ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. അത് നല്ല രീതിയിൽ പോകുന്നുണ്ടോ? അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും സപ്ലൈ ഉണ്ടോ ഇങ്ങനെ? അല്ല, അതൊക്കെ വേറെ ടീമിന്റെ, അതൊക്കെ വേറെ ടീമിന്റെ. പക്ഷെ ആ ഒരു ആശയം ശരിക്കും ധർമ്മജൻ ചേട്ടന്റെ അല്ലേ? ആശയം നല്ലതായിരുന്നു. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ജ്വല്ലറി പോലത്തെ മീൻകട, അത് ഞാൻ ഉണ്ടാക്കി. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എൻ്റെ കടകൾ ഉദ്ഘാടനം ചെയ്ത ആൾക്കാരുടെ ദിലീപേട്ടൻ, ബിജു മേനോൻ, ചാക്കോച്ചൻ, സലിംകുമാർ, കുറെ നടിമാര്, അനുശ്രീ, ശ്വേതാ മേനോൻ, നാദിർഷ, രമേശ് പിഷാരടി, അങ്ങനെ കുറെ പേര് ഉണ്ട്, പക്രു, ഷാജോൺ, അങ്ങനെ മലയാള സിനിമയിൽ ഒരുപാട് പേര് ഉദ്ഘാടനം ചെയ്തത് ജ്വല്ലറി അല്ലട്ടാ, മീൻകടയാണ്. എല്ലാരും കൂടെ നിന്ന് ധർമ്മജൻ ചേട്ടന്റെ കൂടെ. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാ. അത് ഞാനും ആ ഇഷ്ടം അവരോട് കാണിക്കാറുള്ളതുകൊണ്ട് അവര് കാണിച്ചതാ. ദിലീപേട്ടനൊക്കെ അങ്ങനെ ഉദ്ഘാടനത്തിന് വിളിച്ചു? അല്ല ഞാന് ഒരു ദിലീപേട്ടന്റെ പടത്തിന്റെ പൂജക്ക് പോയതാ. അപ്പൊ എന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വിളിച്ചത് നാദർഷിക്കനെയാണ്. അപ്പൊ നാദർഷിക്കനെ വിളിച്ചിട്ട് എന്താടാ, ഞാൻ പറഞ്ഞ ആഷിക്കന ഒരു ഉദ്ഘാടനത്തിന് കൊണ്ടാണ്ട് ആലുവയിലൊരു കട ഉദ്ഘാടനം ഉണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞേ ദിലീപേട്ടൻ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ വന്ന സന്തോഷമായിരിക്കും, ഞാൻ പറയടാ. അങ്ങനെ പുള്ളി വന്നു. അങ്ങനെ എല്ലാരും കൂടി അങ്ങനെ നല്ല, അതൊക്കെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാ. അവരൊക്കെ മീൻ വാങ്ങും. ശരിക്കും പറഞ്ഞാല് ദിലീപേട്ടൻ മീൻ കഴിക്കണ്ടായില്ല. ഞാൻ ആഷിക്കനെ വിളിക്കാനാണ് പോയത്. അപ്പൊ പുള്ളി, ഞാൻ പറഞ്ഞപ്പാ പറഞ്ഞിട്ട് എന്നെ പിണങ്ങിയിട്ടാണ് പുള്ളി വന്നത്. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നല്ല സന്തോഷത്തിലായിരുന്നു നമ്മള് ഫോട്ടോസ് ഒക്കെ കണ്ടതാ. ഞാൻ അങ്ങനെ ഓവറായിട്ട് സന്തോഷിക്കാറില്ല, ഒന്നിലും സന്തോഷിക്കാറില്ല, അങ്ങനെ ഓവറായിട്ട് സന്തോഷിക്കാറില്ല ഞാൻ. ഒന്ന് ഓക്കെ ഓക്കെ. ജീവിതത്തിൽ എങ്ങനെ ഓവറായിട്ട് സന്തോഷിച്ച എന്തെങ്കിലും നിമിഷം ഉണ്ടാ? കൊച്ചുണ്ടായപ്പോ, മക്കളുണ്ടായപ്പോ സന്തോഷിച്ചിട്ടുണ്ട്. അല്ല, അമിതമായിട്ട് ഇങ്ങനെ നമ്മൾ ഈ സിനിമയിലായാലും എന്തായാലും അമിതമായിട്ട് എന്തെങ്കിലും കിട്ടും. സിനിമയില് വന്ന് സിനിമ സൂപ്പർ ഹിറ്റ് ആയപ്പോ പോലും ഞാൻ അത്രക്ക് സന്തോഷിച്ചു. എനിക്ക് ആകെ സന്തോഷം തോന്നിയത് മക്കളുണ്ടായപ്പോ. അല്ലാണ്ട് എനിക്ക് അത്രക്ക് വലിയ സന്തോഷം വേറെ സ്ഥലത്തൊന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ കട്ടപ്പനയിലെ ഋത്തിക് റോഷനൊക്കെ ആണെങ്കിലും നല്ല വേഷം, അതിലാണ് 125 ദിവസമൊക്കെ സിനിമ ഓടിയില്ല, അപ്പോഴൊക്കെ നല്ല സന്തോഷം. ദിവസം അങ്ങനെയുള്ള സിനിമകൾ അത്രയും ദിവസമൊക്കെ ഓടുമ്പോ നല്ല ഹാപ്പിനെസ്. അങ്ങനെ ഒന്നിലും അമിതമായി സന്തോഷം കണ്ടെത്താറില്ല. ഇല്ല, അങ്ങനെ എന്താ ചെയ്തിട്ടില്ല, നുണ പറയണല്ല. ഒരുപാട് വിവാദങ്ങളിൽ പെട്ട ഒരാളാണ് നമ്മുടെ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്, ഒരാവശ്യമില്ല. ഒരിക്കലാണേലും ഈ അമ്മയെ സംഘടനയായിട്ടുള്ള വിഷയം ബന്ധപ്പെട്ട് അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തെറി പറയുന്ന നവതാരകയോടൊക്കെ ചൂടായ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാരും പറയുന്നത് അന്ന് ധർമ്മജനായിട്ട്. അതായത് അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പേര് വളർത്തിക്കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണ്. അതിപ്പോഴും ഉണ്ട്. ഇപ്പൊ ലാലേട്ടനാണ് അതിന്റെ പ്രസിഡന്റ്. അപ്പൊ അമ്മ ഇങ്ങനെ അഡ്ഹോക് കമ്മിറ്റി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇല്ലേ, ഇവിടെ ഞാൻ കാണിച്ചുതരാം. എനിക്ക് മാസത്തിൽ എനിക്ക് കിട്ടേണ്ട മരുന്നുകൾ കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഒന്ന് വിളിച്ചിട്ട് പറയണേണ്. എനിക്ക് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ആൻസിബക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളെനിക്ക് ഒരു മാസത്തേക്കുള്ള മരുന്ന് കറക്റ്റായിട്ട് ഇവിടെ അയച്ചു തരും. ഒരുപാട് പേർക്ക് ഇപ്പൊ പുതിയ എന്തോ 10-25 പേർക്കും കൂടി വീണ്ടും പെൻഷൻ കൊടുക്കുന്നുണ്ട്. അമ്മ തോറ്റുപോയൊന്നുമില്ല. അമ്മ തോറ്റുപോയാൽ നമ്മളൊക്കെ തോറ്റുപോകും. അമ്മ തൊഴാ. അപ്പൊ അമ്മേനെ പറ്റി കുറ്റം, അമ്മ ദൂരം വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ തരത്തിൽ സഹായം, കുറെ കുഴപ്പങ്ങളുണ്ടാവും. പക്ഷെ ഏത് സംഘടനയിലും നല്ലതും തിന്മയും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ എന്നെപ്പറ്റി അങ്ങനെ കുറ്റം പറഞ്ഞാല് എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഞാൻ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു അംഗമാണ്. അതിനെപ്പറ്റി ഞാൻ ഈ പരിപാടിക്ക് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി. അതേപോലെ ഈ ഇന്റർവ്യൂവിലും ഒക്കെ നടക്കാൻ തുടങ്ങി. എനിക്കറിയാം പ്രൊവോക്ക് ചെയ്യുന്നതും അതൊക്കെ എനിക്കറിയാം. അറിയാൻ പലായിട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ ചൂടാക്കാൻ വേണ്ടി 4 വർത്തമാനം പറഞ്ഞാല് ഞാൻ വേണ്ടായിരുന്നിട്ട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അങ്ങനെ പറയാനായിട്ട്. പക്ഷേ ഈ പെണ്ണിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പ്രകോപിപ്പിച്ചു. അപ്പൊ എനിക്ക് അങ്ങനെ അമ്മേനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറഞ്ഞതേ ഉള്ളു. അല്ലാണ്ട് അതിലിപ്പോ പലരും പറഞ്ഞെന്ന് വെച്ചാലേ, ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നില്ല, പ്രതിപക്ഷ നേതാവ് എനിക്ക് കോൺഗ്രസിൽ
മെമ്പർഷിപ്പ് ഇല്ലാന്ന് വരെ പറഞ്ഞില്ലേ. അവൻ നിയമസഭയിൽ മത്സരിച്ച അതെ ആളാണ്. അതെ ബാലുശ്ശേരിയില്. ആ ഞാൻ പിന്നെ എങ്ങനെയാണ് മെമ്പർഷിപ്പ് ഇല്ലാതെ കൈപ്പത്തി സ്ഥലത്ത് മത്സരിക്കണം? അതെ അതെ അപ്പൊ ഞാൻ സ്കൂളിൽ തുടങ്ങി രാഷ്ട്രീയത്തില് സജീവമാണ്. അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അത് കുറെ പക്ഷെ അതില് പറഞ്ഞ എല്ലാരും ഒരുപാട് നെഗറ്റീവ് കമന്റ്. ഞാൻ ധർമ്മജൻ ചേട്ടൻ നല്ലൊരു കലാകാരനാണ്, പക്ഷെ അതില് മദ്യപിച്ചിട്ടാണ് പിന്നെ ധർമ്മജൻ ചേട്ടൻ അങ്ങനെ പെട്ടെന്ന് രോഷാകുലനാവുന്നത്. അല്ല, മദ്യപിച്ചാണ് എന്ന് പറഞ്ഞാല് ഞാൻ മദ്യപിക്കാറുണ്ട്, ഇപ്പൊ ഇല്ല. മദ്യപിച്ചിട്ട് പറഞ്ഞ സംഭവങ്ങളുണ്ട്. ആ പെങ്കുച്ചനോട് ഞാൻ പറഞ്ഞപ്പോ ഞാൻ മദ്യപിച്ചിട്ടുണ്ടായില്ല. അത് ഞാൻ വളരെ സിൻസിയറായിട്ട് പറഞ്ഞതാണ്. എനിക്കത് ഇഷ്ടമില്ല പെണ്ണിന്റെ. അവനും കത്തിക്കയറിക്കൊണ്ടിരിക്കണായിരുന്നു. ഞാൻ അതിനോട് വളരെ സിൻസിയറായിട്ട് പറഞ്ഞത്. അതായത് അമ്മ എന്ന സംഘടന എന്ന് പറയുന്നത് കുറെ പേര് എതിരുണ്ടാവും, എല്ലാത്തിനും എതിരുണ്ടാവുമല്ലോ. കുറെ പേര് എതിര് വന്നില്ലേ, മറ്റേ WCC പറഞ്ഞു പോയില്ലേ. പക്ഷെ ഇപ്പോഴും ഇപ്പൊ അമ്മ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അഡ്വോക്കേറ്റ് കമ്മിറ്റി എന്ത് രസമായിട്ടാണെന്നറിയാം അമ്മ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ സഹായം. അതിൽ തന്നെ പറയുന്നുണ്ട് സഹായങ്ങൾ ചെയ്യുമെങ്കിലും ഓരോ നിലപാടുകൾ എന്താണ് നിലപാട്? ആരുടെ നിലപാടാണ് എതിര്? എനിക്ക് മനസ്സിലാകാനില്ല. ആരോപണങ്ങൾ നേരിട്ടവരെയൊക്കെ നിലപാടുകളാണെന്ന്. ആരുടെ നിലപാടാണ് എതിര്? ഒരാളുടെ നിലപാടും എതിരല്ല. അതില് പ്രവർത്തിക്കണ ടിനി ടോം, ബാബുരാജ്, അൻസിബ, സരയു, കുറച്ച് പേരുണ്ട്. എല്ലാവരും പേര് ഇവരൊന്നും ഒരു കുഴപ്പമില്ല. എന്ത് കാര്യത്തിനും ഒരു ഒറ്റ വിളി വിളിച്ചാൽ ഇവരെടുക്കും. എന്ത് കാര്യം വേണമെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരത് ചെയ്യും. പിന്നെ എന്താണ് ഈ ആൾക്കാർക്ക് വിഷമം? പിന്നെ സിനിമ സംഘടനയാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, സിനിമയുടെ ആൾക്കാർക്ക് വേണ്ടിയുള്ള, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി എത്ര വീട് വെച്ചു കൊടുത്തു, തോരം വീട് വെച്ചു കൊടുത്തു. അതെ അതെ, അതൊക്കെ നല്ല കാര്യം തന്നെ. ഇപ്പൊ ഈ പൊളിറ്റിക്സിലേക്ക് വന്നത് ഈ സിനിമ അവസരങ്ങൾ കുറച്ചിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരുണ്ട് ഇഷ്ടംപോലെ അമ്മയില്. പക്ഷെ ഗണേഷ് കുമാർ, മുകേഷ് ഏട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ, മമ്മൂക്ക, അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാരും ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർക്കാണ് കൂടുതൽ ഒന്നും കൂടി സിനിമയിൽ ഒരു വലിയ ആൾക്കാരല്ലേ, അതൊക്കെ വലിയ ആൾക്കാരാണ്. നമുക്കൊന്നും അതിൽ വലിയ റോളുള്ള ആൾക്കാരെന്നാ. എന്നാ ഇഷ്ടംപോലെ കോൺഗ്രസ്സുകാരുണ്ട് കേട്ടാ. കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും തോൽവി കോൺഗ്രസ്സുകാരെ തന്നെ. അല്ല അവരാരും ഞാൻ പരസ്യമായിട്ട് പറയില്ലെന്നേ ഉള്ളൂ. വലിയ നടന്മാരുണ്ട്, വലിയ നടന്മാരൊക്കെ കോൺഗ്രസ്സുകാരുണ്ട്, എനിക്കറിയാവുന്ന കുറെ പേരുണ്ട്. ആ വഴിക്ക് അങ്ങനെ പോകും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെയൊക്കെ ആ വഴിക്ക് ഇരുത്തിക്കളഞ്ഞത് അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് സജീവ പ്രവർത്തനം കാണുന്നില്ല. പിന്നെ അതെന്താ, കുറച്ചൊന്ന് പുറകോട്ട് പോയതാണോ? ഇനി മത്സരിക്കുകയൊക്കെ ചെയ്യും? രാഷ്ട്രീയം എനിക്ക്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ സ്കൂളില് KSUവിന്റെ ലീഡറായിരുന്നു. KSU എൻ്റെ ഓപ്പോസിറ്റ് ഒക്കെ നിൽക്കുന്നത് നമ്മുടെ സൈമൺ ബ്രിട്ടോ, MLA. സൈമൺ ബ്രിട്ടിന്റെ അപ്പൻ MLA ആയിരുന്നു, ക്രിസ്റ്റി. അവനൊക്കെ എനിക്കെതിരെ. ഞാനാണ് മിക്കവാറും ജയിക്കുന്നത്. അവർക്കൊരു 5-8 വോട്ടൊക്കെ കിട്ടും, ബാക്കിയുള്ള വോട്ടൊക്കെ എനിക്ക് കിട്ടും. കാര്യമൊന്നുമില്ല, സ്കൂളല്ലേ. അതുകൊണ്ട് കോളേജിൽ പോയപ്പോഴും ഞാൻ KSUവിന്റെ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പിന്നെ കോൺഗ്രസിലൊരു സംഘടനയുണ്ട് സേവാദൾ, അതിന്റെ ബ്ലോക്ക്, ജില്ല, സ്റ്റേറ്റ് ബെസ്റ്റ് എടുത്തായിരുന്നു, നാഷണൽ ക്യാമ്പ്. അതായിട്ടാണ് ഞാൻ നിയമസഭാ ഇലക്ഷന് മത്സരിക്കുന്നത്. പാർട്ടി വായന, പാർട്ടിയോടുള്ള കൂറ്. എൻ്റെ അച്ഛൻ 33 വർഷം മണ്ഡലം ഭാരവാഹിയായിരുന്നു. എൻ്റെ ചേട്ടൻ ജോലി കിട്ടിയപ്പോൾ നിർത്തി, ജോലി രാജിവെച്ചപ്പോൾ പിന്നെയും മണ്ഡല ഭാരവാഹിയായി. അതൊരു കോൺഗ്രസ് കുടുംബമാണ്, അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകരാണ്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും ഒരു കോൺഗ്രസിന്റെ പതാക പതിപ്പിച്ചായിരുന്നു. എൻ്റെ അമ്മച്ചി മരിച്ചപ്പോഴും ഒരു കോൺഗ്രസിന്റെ പതാക. ഞാൻ മരിക്കുമ്പോഴും എനിക്ക് ഒരു കോൺഗ്രസിന്റെ പതാക വേണം. അത് ആഗ്രഹമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകണമെങ്കിൽ ഞാൻ മരിക്കണം. എനിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വരെ മോശം പറഞ്ഞാലും ഞാൻ പോകില്ല. കോൺഗ്രസ് മാറി ഒരു ജീവിതം ഇല്ല. പുള്ളി എന്നോട് പറഞ്ഞേ, പുള്ളി TV പറഞ്ഞു എനിക്ക് മെമ്പർഷിപ്പ് ഇല്ലാന്ന്. മെമ്പർഷിപ്പ് ഇല്ലാതെ എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്?
അത് പുള്ളിയുടെ മണ്ടത്തരോ. കോൺഗ്രസ് എനിക്ക് കൊണ്ടുവന്നത് ഇ.ഡി. സതീശനോ കെ കരുണാകരനോ അവരൊന്നുമല്ല. എനിക്കിഷ്ടപ്പെട്ട് ചേർന്നൊരു പ്രസ്ഥാനമാണ്. കെ കരുണാകരൻ വരെ അതിൻ്റെ ഇടയിൽ പാർട്ടി മാറിപ്പോയിട്ട് ഞാൻ പോയില്ല. പുള്ളി തിരിച്ചു വരട്ടെന്നും പറഞ്ഞായിരുന്നു. ബാലുശ്ശേരിയിൽ മത്സരിച്ചത് ഒരു തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ബാലുശ്ശേരി മത്സരിച്ചത് ശരിക്കും പറഞ്ഞാല് തെറ്റായെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ബാലുശ്ശേരി ശക്തമായിട്ടുള്ള എന്താ പറയാ CPM-ന്റെ ഒരു കോട്ടയല്ലേ. 45 വർഷം ഇട്ടവരാണ്. ഇനി അഥവാ ഞാൻ ജയിച്ചെങ്കിൽ അവരെ തല്ലിക്കൊന്നാനെ. അതും വലിയ കാര്യമാണ്. കാരണം പിന്നെ അവരുടെ കോട്ടയല്ലേ അത്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് MLA ആണൊന്നും താല്പര്യമൊന്നുമില്ല. അത് അങ്ങനെ ഒരു എന്തിനാണ് എന്നെ കൂടെ പറയാ, എങ്ങനെ നിർത്തിയതെന്നോ എങ്ങനെ അവിടെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പോയി നിന്നു ചെയ്തു. പക്ഷെ എനിക്ക് ഒന്ന് വിറപ്പിക്കാൻ പറ്റി. ഇനി മത്സരിക്കുവോ പാർട്ടി പറയുവാണെങ്കിൽ? ഏതെങ്കിലും എന്നോട് എറണാകുളത്ത് 1-2 സ്ഥലത്തൊക്കെ പറഞ്ഞതാ. ഞാൻ ഇവിടെ ലോക്കായി പോയി. എനിക്കങ്ങനെ ഇതിനോടൊരു താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം നല്ല പണിയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇത് നല്ല സ്വസ്ഥത സമാധാനമുള്ള ജീവിതമാണ്. നല്ല ഇവിടെ നിന്ന് വരാപ്പുഴ മാർക്കറ്റിൽ പോയിട്ട് നല്ല മീൻ മേടിച്ചിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ട് ചോറ് നിന്ന് ഇവിടെ ആ സുഖം MLA കിട്ടൂല. അതെ പിന്നെ കുറെ ബാധ്യതകളായി. ശരിക്കും പറഞ്ഞാ ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ളവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രൂപ്പ് ഓരോ ഒക്കെ നടക്കുന്നത് കൊണ്ട് ആണ് നല്ല നല്ല നേതാക്കളൊന്നും വരാത്തത്. അതൊക്കെ ഇപ്പൊ കോൺഗ്രസിൽ മാത്രമൊന്നുമല്ല. ഒരു ജ്വല്ലറിയിലുണ്ടാവും, ഒരു വസ്ത്ര സ്ഥാപനത്തിലുണ്ടാവും. പ്രവൃത്തി കൊണ്ട് ആണ് ഒരു പ്രദേശം നന്നാക്കേണ്ടത്, പ്രസംഗം കൊണ്ടല്ല. പക്ഷെ കോൺഗ്രസിന് അത് നന്നാക്കാൻ പറ്റുന്നില്ലല്ലോ. കോൺഗ്രസിന് തുടർഭരണം കിട്ടിയില്ല, ഇനിയും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയും ഇല്ല ആൾക്കാർക്ക്. കോൺഗ്രസിന്റെ കുറച്ച് കുഴപ്പങ്ങളെന്ന് പറഞ്ഞാല് സമയവും തമ്മിത്തല്ലുകളും കൊണ്ടുള്ള പ്രശ്നമാണ്. അത് മാറും ഈ പ്രാവശ്യം. ജോസഫിൽ പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരാൾ പ്രവർത്തിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കയറിയ ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. ഒരുപാട് നല്ല പേരിരുന്ന കസേരയാണത്. ഇപ്പൊ AK ആന്റണി ഇരുന്നിട്ടുണ്ട്, കുറെ പേര് ഇരുന്നിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരുന്നുണ്ട്, K മുരളീധരൻ ഇരുന്നുണ്ട്, K സുധാകരൻ ഇരുന്നുണ്ട്. മുരളീധരനൊക്കെ നല്ല പേരെടുത്ത APC പ്രസിഡന്റുമാരായിരുന്നു. അപ്പൊ ഇനി സാറിന് തെളിയിക്കണം. കയറിയല്ലേ ഉള്ളൂ, നമ്മൾ പെട്ടെന്ന് കയറണമെന്ന് പറയാൻ. പിന്നെ കോൺഗ്രസിന്റെ കുറെ കാര്യങ്ങളോട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറയണത് വലിയ വാർത്തയാവും. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയും. ഈ മതം ജാതി ഒക്കെ നോക്കിയിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കുക, അതിനോട് യാതൊരു താല്പര്യം. കോൺഗ്രസ് പാർട്ടി അതൊരു നല്ല പരിപാടിയല്ല. ആഴത്തിൽ പഠിച്ചിട്ടാണ് അത്രയും നല്ലൊരു എന്താ ഒരു വിശകലനം ഞാൻ ആഴത്തിൽ പഠിച്ചിട്ടൊന്നുമല്ല. കോൺഗ്രസ് ഇതിലൊക്കെ മാറ്റം വരുത്തിയ ഇനിയൊരു എന്തിനാണ് കഴിവുള്ളവര് അതിന് ഈ ക്രിസ്ത്യാനി, മുസ്ലിം അല്ലെങ്കിൽ ഹരിജൻ അങ്ങനെ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല. കഴിവുള്ളവരെ കൊടുക്കുക. LDF അങ്ങനെ ഒരിക്കലും നോക്കാത്തത് കൊണ്ടാണ് അവരുടെ വിജയം അല്ലേ? ഞാൻ അവരുടെ വിജയം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട്. പക്ഷെ അവരത് ശ്രദ്ധിക്കാറുണ്ട്. അവര് അങ്ങനെ ഇപ്പൊ ഒരു ക്രിസ്ത്യൻ മണ്ഡലത്തില് ക്രിസ്ത്യനെ തന്നെ ഓപ്പോസിറ്റ് മത്സരിപ്പിക്കുന്നില്ല. ചിലപ്പോ വല്ല ഹിന്ദുവിനെ, ചിലപ്പോ ബ്രാഹ്മിൻസിനെ അങ്ങനെയൊക്കെ മത്സരിപ്പിക്കുള്ളൂ. നോക്കാറൊന്നുമില്ല. അതെ ഇപ്പൊ നിലമ്പൂരിന്റെ ആയാലും ആര്യാടൻ ഷൗക്കത്ത് അതെല്ലാം അങ്ങനെ നോക്കിയിട്ടാണല്ലോ അവർ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസ്. അതാണ്, അതിനോട് എനിക്ക് ഒരു താല്പര്യക്കുറവുള്ള ഒരാളാണ്. പാർട്ടിനോട് എനിക്ക് ആകെയുള്ളൊരു വിയോജിപ്പ് അതാണ്. ഇനി പിന്നെ BJP അതിലൊക്കെ പോയി ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഒരിക്കലും മരണം വരെ ഒരു ചിന്തയും അങ്ങനെ ഒരിക്കലും പോവില്ല. എത്ര സ്ഥാനം തരാന്ന് പറഞ്ഞാലും. രാഷ്ട്രപതിയാക്കാന്ന് പറഞ്ഞാലും ഞാൻ പോകില്ല. പോരെ.